നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് അനുവിനെ ദേവി ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് അനുവിനോട് പറഞ്ഞു, നീ വിഷമിക്കൊന്നും വേണ്ട, നീ എന്തേലും കടുക ചെയ്ത് പോയിട്ടുണ്ടായിരുന്നെങ്കിലോ ഈ കുടുംബത്തിൽ ആർക്കെങ്കിലും സന്തോഷ സമാധാനം പിന്നെ ഉണ്ടാകുമോ? നീ അതെന്താ ചിന്തിക്കാത്തെ? നീ നിന്നെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അനു പറഞ്ഞു, സോറി ദേവിയടുത്തി, എനിക്ക് പെട്ടെന്ന് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി. ഞാൻ കാരണമാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ. അച്ഛനും അമ്മയൊക്കെ വേദനിക്കുന്നത് ഞാൻ കാരണമാണല്ലോ എന്ന്. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ നേരത്തെ അതൊക്കെ ആലോചിക്കണമായിരുന്നു. ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയില്ലേന്ന് ചോദിച്ചു. ഇനി നീ അങ്ങനെ തെറ്റിലേക്ക് പോകാതിരുന്നാ മതി, അങ്ങനെ ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അവന് പറഞ്ഞു, അതെ എനിക്ക് ദേവിയടുത്ത് ഒന്ന് കാണുന്നുണ്ട്, പക്ഷെ ദേവിയടുത്തിന് മുഖത്ത് നോക്കാനുള്ള ധൈര്യം എനിക്കില്ല, ഞാൻ എങ്ങനെ നോക്കും? മീനാക്ഷി ചേച്ചി ഒന്ന് പറ, ആ മുഖത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സാരമില്ല, പോട്ടെ, ആർക്കാ ഒരു അബദ്ധമൊക്കെ പറ്റാത്തേന്ന് ചോദിച്ചു. നീ മനഃപൂർവ്വം ചെയ്തൊന്നും അല്ലല്ലോ, കരുതി കൂട്ടി ചെയ്തല്ലോ, അവൻ ഇങ്ങോട്ടേക്ക് വന്നല്ലേന്ന് ചോദിച്ചു. അത് ഞാൻ കാരണമല്ലേ ദേവിയടുത്തി, ദേവി ഒരു വിധത്തിൽ സമാധാനിപ്പിക്കുന്നുണ്ട്. നീ വന്ന് ദേവിയല്ല മീനാക്ഷി ഒരു വിധത്തിൽ സമാധാനിപ്പിക്കുന്നുണ്ട്. നീ വന്ന് ദേവിയടുത്തോട് സംസാരിച്ചു കഴിയുമ്പോഴത്തേനും നിന്റെ മനസ്സിന്റെ വിഷമം കുറെയൊക്കെ മാറുമെന്നൊക്കെ മീനാക്ഷി ഉപദേശിച്ചു. പിന്നീട് മീനാക്ഷി ശ്രീദേവിയുടെ മുറിയിലേക്ക് ചെല്ലുവാണ്. ശ്രീദേവി ആഹാരമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. മീനാക്ഷി കഴിക്കാനുള്ള ആഹാരമൊക്കെ എടുത്തോണ്ട് ശ്രീദേവിയുടെ മുറിയിലേക്ക് ചെന്നു. അങ്ങനെ ചെന്ന് ദേവിയെടുത്ത് കഴിക്കാൻ പറയണം. അപ്പോഴേക്കും ദേവി പറഞ്ഞു, എനിക്ക് വേണ്ട മീനു എന്ന് പറഞ്ഞു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആഹാരം കഴിക്കണം. അറിയാലോ, ആഹാരം കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ദേവിയെടുത്ത് വീണു പോകുന്നു പറഞ്ഞു. എനിക്ക് ജീവിക്കണമെന്ന് പോലും ഇല്ല, പിന്നെ ഞാൻ എന്തിനാ ആഹാരം കഴിക്കണമെന്ന് ചോദിച്ചു. എന്താ ദേവിയെടുത്ത് ഇങ്ങനെ കുഞ്ഞു പിള്ളേരെ പോലെ തുടങ്ങണേ? ദേവിയെടുത്ത് ഇങ്ങനെ തളർന്നു പോയിട്ടുണ്ടെങ്കിലോ എങ്ങനെയാ ശരിയാവണം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുവാണ്. ആ സമയത്ത് അനു അങ്ങോട്ടേക്ക് വരുന്നേ. അനു വന്ന് വാതിലിന്റെ അവിടെ നിൽക്കുവാണ്. അപ്പോഴേക്കും മീനു പറഞ്ഞു, ബാ അനു കേറി വാ, നീ എന്താ അവിടെ നിൽക്കണേന്ന് ചോദിച്ചു. അനു ഒന്ന് മീനാക്ഷിനെ ശ്രീദേവിയെ മാറി മാറി നോക്കി. പിന്നീട് അനു അകത്തേക്ക് അങ്ങോട്ട് കയറി വന്നിട്ട് ശ്രീദേവിയുടെ കാലിച്ചൂട്ടിലേക്ക് ഇരിക്കുവാണ്. എന്നിട്ട് ആ കാലെ തൊടുകയാണ്. അപ്പോഴേക്കും ശ്രീദേവി ചോദിച്ചു, എന്താ അനു നീ കാണിക്കണേന്ന് ചോദിച്ചു. എന്നോട് ക്ഷമിക്ക്, ഞാൻ തെറ്റ് ചെയ്തു, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു, ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ എല്ലാരും ധിക്കരിച്ചു, അതിനുള്ള ശിക്ഷ കിട്ടിയെന്നൊക്കെ പറഞ്ഞു. അല്ല കാര്യം എന്താ വെച്ചാ പറ. അത് പിന്നെ ഞാൻ കാരണമല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചേ, അതുകൊണ്ട് സാരമില്ല, പോട്ടെ, ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, കഴിയാനുള്ളത് കഴിഞ്ഞു, ഇനി എന്തിനാ നീ ടെൻഷൻ അടിക്കണേന്ന് ചോദിച്ചു. അങ്ങനെ ഒടുവില് ദേവി അനുവിനെ ആശ്വസിപ്പിക്കുവാണ്. ആ സമയത്ത് അനു പറഞ്ഞു, ദേവിയടുത്തി എല്ലാത്തിനും കാരണക്കാരി ഞാനല്ലേ, ആ അലോക് ഇങ്ങോട്ടേക്ക് വന്ന ഞാൻ കാരണമല്ലേ, ഞാൻ അവനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞില്ല, വരണ്ടാന്ന് പറഞ്ഞതാ, പക്ഷെ അവൻ ഇങ്ങോട്ടേക്ക് വന്നു, അതെന്റെ കുറ്റം കൊണ്ടല്ല, അവനുമായിട്ടുള്ള ബന്ധം ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ച. ഞാനും അവനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു, പക്ഷെ അത് പിന്നെ ഞാൻ തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചു, അത് അവന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അവൻ എന്റെ അടുത്തേക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നതാ, എന്റെ കാല് പിടിക്കാൻ വന്ന. ഞാൻ അവനോട് പോകാനൊക്കെ പറഞ്ഞു, അവൻ പോകാതെ മുറി കയറിയിരുന്നു. കൃത്യം ആ സമയത്ത് തന്നെ ദേവിയടുത്തേക്ക് അങ്ങോട്ടേക്ക് വരുന്നേ. അവൻ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞു. ഈ സമയത്താണ് ആര്യൻ അങ്ങോട്ടേക്ക് വരുന്നത്. ആര്യൻ വന്നു കഴിഞ്ഞപ്പോ അവര് തമ്മിലുള്ള സംസാരം കേൾക്കുന്നേ. ഒരു നിമിഷം ആര്യന് ഞെട്ടിപ്പോയി. അപ്പം ദേവിയടുത്തി ബാത്റൂമിൽ തെന്നി വീണതല്ലേ, ഇതാണോ സംഭവിച്ചേ? പിന്നീട് അനു പറഞ്ഞു, ദേവിയടുത്തി എന്നോട് ക്ഷമിക്ക്, ഞാൻ കാരണമല്ലേ ദേവിയടുത്തിട്ട് കുഞ്ഞു പോയത്, ആ സമയത്ത് രക്ഷപ്പെടാൻ ഒരുങ്ങി കഴിഞ്ഞപ്പം അലോക് ചേച്ചിയുടെ വയറ്റിൽ ആഞ്ഞു തൊഴിക്കുകയല്ലേ ചെയ്തേ എന്നൊക്കെ ചോദിച്ചു. ദൈവമേ, ഇവളാണോ അതിന് കാരണക്കാരി? അലോക് കാരണമാണോ അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ? ഓഹോ, അപ്പൊ താൻ മനസ്സിൽ മുമ്പ് കരുതിയിരുന്നത് ശരിയായിരുന്നു, അന്ന് അലോകിന്റെ ബൈക്കിന് പിന്നിലിരുന്ന് പോയത് ഇവളാണ് എല്ലാത്തിനും കാരണം. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ, ഭ്രാന്ത് പിടിച്ച പോലെ ആയിപ്പോയി. ആര്യൻ പിന്നീട് എന്ത് ചെയ്തു? എടി നാശം പിടിച്ചവളെ എന്ന് പറഞ്ഞുകൊണ്ട് ആര്യനകത്തേക്ക് അങ്ങോട്ട് പാഞ്ഞു ചെന്നു. പിന്നീട് അവളുടെ അനുവിന്റെ മുടുക്കത്തിന് പിടിച്ചങ്ങ് പൊക്കി എടുക്കണം. ഇത് കണ്ടുകഴിഞ്ഞപ്പോ മീനാക്ഷി പറഞ്ഞു, ആര്യ വേണ്ട, അവളെ വിടാൻ പറയണം. മീനാക്ഷി അടുത്ത് മിണ്ടരുതെന്ന് പറഞ്ഞു. ദേവി പറഞ്ഞു, എന്താ ആര്യ മിണ്ടരുത്, ഇവളാണ് അപ്പൊ എല്ലാത്തിനും കാരണമല്ലേ, ഇങ്ങോട്ടേക്ക് വാടിയെന്ന് പറഞ്ഞിട്ട് പഴിച്ചിഴിച്ച് പുറത്തേക്ക് കൊണ്ടുപോകണം. അവർ രണ്ടുപേരും ഞെട്ടിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഹാളിലേക്ക് കൊണ്ടുവന്നിട്ട് അവളെ തല്ലുവാണ്. അത് കണ്ടുകൊണ്ട് ഗോമതി ഓടി വരുന്നേ. ഗോമതി വന്നിട്ട് ചോദിച്ചു, എന്ത് ഭ്രാന്താടാ നീ കാണിക്കണേ, നീ ഇതെന്താ കാണിക്കണം എന്നൊക്കെ ചോദിച്ചു. ആ സമയത്ത് ബാലൻ ഗോമതി തടയുവാണ്. വേണ്ട എന്ന് പറഞ്ഞ് തടഞ്ഞു. ഗോമതി അങ്ങോട്ട് ചെന്ന് പിടിച്ചു മാറ്റാൻ തുടങ്ങിയപ്പോ തടഞ്ഞു നിർത്തുക ചെയ്തേ. കാരണം ബാലിന് നല്ല ദേഷ്യമായിരുന്നു അനുവിനോട്. ഇവള് ചെയ്ത ചതിയുടെ ഫലമാണ് ഇപ്പൊ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കണേ എന്നൊരു ചിന്തയായിരുന്നു. ആ സമയത്ത് അനുവിനെ വീണ്ടും വീണ്ടും അടിക്കുവാണ് ആര്യന്. എന്നിട്ട് പറഞ്ഞു,
എടി നീയാണല്ലേ അപ്പൊ ഇതെല്ലാത്തിനും കാരണം. അവനുമായിട്ട് നിനക്ക് എങ്ങനെ തോന്നിയടി? അത്രയ്ക്ക് ഒരു ദുഷ്ട കുടുംബം അല്ലേടി അത്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെയുള്ള എല്ലാരുമായിട്ട് ഈ കുടുംബം എങ്ങനെയാന്നുള്ള കാര്യം നിനക്ക് നന്നായിട്ട് അറിയാലോ. എന്നിട്ടാണ്ട് നീ ചതിയൊക്കെ ചെയ്തേന്ന് ചോദിച്ചോണ്ട് കുറെ ചീത്തയൊക്കെ പറയണം. അത് കേട്ടോണ്ടാണ് ആകാശം അങ്ങോട്ടേക്ക് വരുന്നത്. ആകാശം എന്നിട്ട് ചോദിച്ചു, എന്താടാ ആര്യ, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ആര്യം പറഞ്ഞു, ആകാശേണ്ണ അറിയാവോ, നമ്മളൊക്കെ വിശ്വസിച്ചോണ്ടിരുന്ന എന്താ, ദേവിയടുത്തിയുടെ കയ്യിൽ നിന്ന് സംഭവിച്ച പിഴവാണ് കുഞ്ഞ് നഷ്ടപ്പെട്ടെന്നല്ലേ. പക്ഷെ അതൊന്നും അല്ലാന്ന് പറഞ്ഞു. അല്ലേ പിന്നെയോ? ഇവളാണോ ഒക്കത്തിന് കാരണം? ഇവള് ആ അലോകിനെ വിളിച്ചു വരുത്തി മുറിയിലേക്ക്. ആ അലോക് ദേവിയടുത്തിന് വയറ്റി തൊഴിച്ചു. ഇവള് അലോകിനെ മുറിയിലേക്ക് വിളിച്ചു കയറ്റിയോ? അപ്പോഴേക്കും അനു പറഞ്ഞു, ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ല, മെണ്ടര് നീ എന്ന് പറഞ്ഞു. എടി, കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായടി. മുമ്പ് എനിക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല. കാരണം നീ അങ്ങനെ ഒരിക്കലും പോകുന്ന ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ എനിക്ക് ഇപ്പം മനസ്സിലായടി നീ എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ. ഒരക്ഷരം പോലും മിണ്ടിയേക്കരുതെന്ന് പറഞ്ഞു. വീണ്ടും തല്ലുമ്പത്തേനും ആകാശ് പറഞ്ഞു, എടാ ആര്യ, ഇവളെ തല്ലിയതുകൊണ്ട് എന്താ? ഇവളെ തല്ലുന്നതിന് മുമ്പ് തന്നെ തീർക്കേണ്ട ഒരാളുണ്ട്. ആരാന്നറിയാവോ? ആ ലോക്. നമ്മുടെ കുടുംബത്തിൽ കയറി വന്ന് നമുക്കിട്ട് പണി തന്നവൻ അവന്. അപ്പൊ പിന്നെ അവനെ നമ്മൾ വെറുതെ വിടാൻ പാടുണ്ടോ? ഒരിക്കലും ഇല്ല. അവനെ നമ്മൾ ആദ്യം തീർക്കണമെന്ന് പറഞ്ഞു. ഈ സമയം കോമതി എന്നിട്ട് എന്താ മക്കളെ, നിങ്ങളിത് എന്ത് പരിപാടിയെ കാണിക്കണമെന്ന് വെച്ചു. അമ്മ അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. ആരും നേരെ അടുക്കളയിലേക്ക് പോവാണ്. അടുക്കളയിലേക്ക് പോയിട്ട് അവിടെ നിന്നൊരു വെട്ടുകത്തി ഇങ്ങെടുത്തു. വെട്ടുകത്തിയല്ല, ഭാഗത്തി ഇങ്ങെടുത്തു. അവന്റെ കഴുത്തറുത്ത് താഴെ ഇട്ടിട്ടുള്ളൂ. കുടുംബത്തിൽ കയറി വന്ന് പണി തന്നിട്ട് അവൻ സുഖിച്ച് കഴിയാന്ന് വിചാരിച്ചു. അവനെ വെറുതെ വിട്ടിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ പൊലിമ്പിക്കൊണ്ട് ആര്യൻ അങ്ങോട്ടേക്ക് വരുവാണ്. അപ്പോഴേക്കും ബാലൻ അവിടെ നിൽക്കുകയാണ്. ഈ സമയത്ത് ബാലൻ എങ്ങോട്ടാന്ന് ചോദിച്ചു. ഞാൻ അവനെ തീർക്കുവച്ച, അവനെ വെറുതെ വിടാൻ പോകുന്നില്ല. ആകാശ് പറഞ്ഞു, നീ വാടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും മീനാക്ഷിയൊക്കെ വന്ന് തടയുവാണ്. ശ്രീദേവിയും വന്നു. ശ്രീദേവിക്ക് ശരിക്കും മേല, എങ്കിലും ശ്രീദേവി വന്നു. ശ്രീദേവി വന്നിട്ട് പറഞ്ഞു, ദേ ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്കും പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ദൈവത്തെ ഓർത്ത് അടുത്ത പ്രശ്നം ഇതായിരിക്കരുതെന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് ആര്യം പറഞ്ഞു, എന്നാലും നിങ്ങൾ ഒരു വാക്ക് എന്നോട് പറഞ്ഞില്ലല്ലോ. ആകാശ് പറഞ്ഞു, മീനു, ഇത്രയൊക്കെ വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടും നീ എന്താ ഒന്നും പറയാതിരുന്നേന്ന് ചോദിച്ചു. അത് പിന്നെ ആകാശേട്ടാ, ഞാന് വേണ്ട, കൂടുതലൊന്നും പറയണ്ട. അപ്പോഴേക്കും കോമതി പറഞ്ഞു, അതെ ഞാനാ പറഞ്ഞൊന്നും പറയണ്ടെന്ന്. ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് കരുതിയിട്ട് മാത്രമാ പറയാതിരുന്നേ. ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കില്ല എന്നുള്ള കാര്യം നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് പറയണ്ടെന്ന് പറഞ്ഞത്. ഇത് കേട്ടപ്പം ആര്യം പറഞ്ഞു, ഓഹോ, അപ്പം ഇതെല്ലാം മൂടി വെക്കാനായിരുന്നു ശ്രമമല്ലേന്ന് ചോദിച്ചു. പിന്നീട് മീനാക്ഷിക്ക് നടന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടി വന്നു. അവന്റെ തലക്കടിച്ചും എല്ലാ കാര്യങ്ങളും. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, അവന്റെ തലക്കടിച്ചിട്ട് അവൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അവനെ അങ്ങോട്ട് കൊന്നേക്കാൻ മേലായിരുന്നോ? ആ കുറ്റം ഞാൻ ഏറ്റത്, ഞാൻ ജയിലിൽ പോയി കിടന്നേനല്ലോ എന്ന് പറഞ്ഞു. ആരും അതിനെ സപ്പോർട്ട് ചെയ്യുവാണ്. ഈ സമയത്ത് ബാലൻ പറഞ്ഞു, തൽക്കാലത്തേക്ക് ഇപ്പൊ ആരും പ്രതികാരം ചെയ്യാനായിട്ട് ഇറങ്ങണ്ട എന്ന് പറഞ്ഞു. ആര്യം പറഞ്ഞു, അച്ഛ അത് പിന്നെ വേണ്ട, അതിന്റെ അവസരം കിട്ടും എന്ന് പറഞ്ഞു. ഗോമതി പറഞ്ഞു, ബാലേട്ട അതൊരു നല്ല തീരുമാനമായിട്ട് എനിക്ക് തോന്നേ. അവന് എന്താണെങ്കിലും ഇപ്പം എന്തായാലും നമ്മൾ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇതിനേക്കാളും പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ ആനന്ദ് കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ആനന്ദ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ആനന്ദ് ചിലപ്പം ഇതിനേക്കാളും അപ്പുറമായിട്ടായിരിക്കും പ്രതികരിക്കുന്നത്. അത് കേട്ടപ്പോൾ ആകാശിനും ആരിനൊക്കെ തോന്നി, അത് ശരിയാ, ആനന്ദേട്ടൻ അടങ്ങിയിരിക്കാൻ പോകുന്നില്ല. അപ്പോഴേക്കും കോമതി പറഞ്ഞു, മക്കളെ അറിയാലോ, അവന്റെ കാര്യം അറിയാലോ. ഇപ്പൊ തന്നെ ദേവിയുടെ കാര്യം ഒന്ന് ഓർത്തു വയ്ക്കേ. ദേവിക്കും ആനന്ദിനും അവർക്ക് എത്രമാത്രം വിഷമമുണ്ടെന്ന്. നമ്മളെക്കാരും ഇരട്ടി വിഷമമുണ്ട് അവർക്ക്. എന്നിട്ടോ ദേവിയൊക്കെ പിടിച്ചു നിൽക്കുന്നില്ലേ? പക്ഷെ ആനന്ദ് അങ്ങനെയല്ല. ആനന്ദ് സമനില തെറ്റിയ മട്ടിലാ നടക്കണേ. ആ സമയത്ത് ഇതും കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ കൊലപാതക കുറ്റത്തിനകത്ത് പോയി കിടക്കും. അതും കൂടെ കാണണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗോമതി ഉപദേശിക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല അവർക്ക്. പക്ഷെ ഇതങ്ങനെ വെറുതെ വിടാനും പറ്റില്ലല്ലോ. അവനെ കൈകാര്യം ചെയ്യണം. അവനിട്ട് നാളെ പിടിച്ചു കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനം വരാനും പോകുന്നില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോന്നെ. അലോകനെ എന്താളും ഉറപ്പായിട്ടും കൈകാര്യം ചെയ്യും. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു.